നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പെയർ എടുക്കാൻ പറ്റും, ഇങ്ങനെ ഒരു പെയർ എടുക്കാൻ പറ്റും, ഇങ്ങനെ ഒരു പെയർ വരും, പക്ഷെ ഇങ്ങനെ ഒരു കോഡും വരും. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കും. ഇതാണ് എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഔട്ട്പുട്ട്. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പെയർ എസൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് ആണ്, EPA ആണ്. കാരണം ഈ വണ്ണിനെ എക്സ്ക്ലൂസീവ്ലി കവർ ചെയ്യുന്നത് ആ പെയറാണ്. അതേപോലെ തന്നെ ഈ പെയറിൽ ഇതും EPA ആണ്, കാരണം ഇതിനെ എക്സ്ക്ലൂസീവ്ലി കവർ ചെയ്യുന്നുണ്ട്. ഈ പെയറിൽ ഈ പറയുന്ന വണ്ണിനെ വേറെ ആരും കവർ ചെയ്യുന്നില്ല, ഈ പറയുന്ന പെയറാണ്. അതുകൊണ്ട് ആ പെയറും EPA ആണ്. ഇനി ആകെ പറയാനുള്ളത് ഈ പറയുന്ന കോഡാണ്. ഈ കോഡിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ വണ്ണിനെ വേറെ ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതും എന്താണ്? EPA ആണ്. അപ്പൊ എത്ര EPA വേണ്ടി വന്നു? 4 EPA. 4 EPA മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം ഇംപ്ലിക്കൻ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അർത്ഥം EPA മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റ ആൻസറേ ഉള്ളത്, അല്ലാതെ 2-3 ആൻസർ ഉണ്ടാവില്ല. എത്ര ആൻസർ ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? എത്ര പ്രൈം ഇംപ്ലിക്കൻ്റ് ഉണ്ടാക്കി വിചാരിച്ചനുസരിച്ചാണ്. EPA മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഫംഗ്ഷന് ഒറ്റ ആൻസേഴ്സേ ഉള്ളൂ. ശരിയല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെയാണ്? പറഞ്ഞേ. ക്ലിയർ അല്ലേ ഈ പറഞ്ഞു വന്ന്? നമ്മൾ EPA എന്ന് പറഞ്ഞാൽ ഇതിലാണ് എക്സ്ക്ലൂസീവ്ലി കവേർഡ് ബൈ ദാറ്റ് പെയർ ഓർ എ കോഡ്. ക്ലിയർ അല്ലേ? ആ പ്രൈം ഇംപ്ലിക്കൻ്റ് അകത്ത് ഒരു ടേമെങ്കിലും എക്സ്ക്ലൂസീവ്ലി ആ പറയുന്ന ഇതിൻ്റെ അകത്തായിരിക്കണം, ഈ പ്രൈം ഇംപ്ലിക്കൻ്റ് അകത്തായിരിക്കണം. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ സ്വപ്ന പറഞ്ഞു വരുന്നത്? മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ അല്ലേ? പറയൂ. ഓക്കെ. The logical expression A plus A bar B. ഇത് നമ്മൾ ചെയ്ത ഓർമ്മയുണ്ട് എങ്ങനെയാണെന്ന്? ഇത് നമ്മൾ ചെയ്തത് A plus B into A plus C ചെയ്തു അല്ലേ? ഇപ്പൊ A plus BC. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞു വന്ന ടേമിന് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ A plus A bar into ABC പകരം ഇതെടുത്തു, A plus B എന്നെടുക്കാം. അതിൽ നിന്ന് A plus A bar 1 ആയി. അപ്പൊ A plus B കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് ചെയ്തത് ബൂളിയൻ എക്സ്പ്രഷൻ. ഇത് ഓക്കെ അല്ലേ പറഞ്ഞു വന്ന്? A plus B, right. The number of distinct Boolean expression for a 4 variables is എത്ര ആയിരിക്കും? യെസ്, 2 നമ്മളെന്താ പറഞ്ഞ 2:2n. അപ്പോഴത്തേക്ക് എത്ര വരും? 2:16 വരും. അതെത്ര വരും? എല്ലാവർക്കും ഓക്കെയാണ്? യെസ്. ഇവിടെ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? POS ഫോർമാറ്റിലാണ്. ശരിയല്ലേ? A കിട്ടും അല്ലേ? റൈറ്റ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പറഞ്ഞേ. നമ്മളിതിന്റെ POS ഫോമാണ് വേണ്ടത്. കാരണം നമുക്ക് എന്താ വേണ്ടത്? എല്ലാം നോക്കിയാൽ കാണാം. നമുക്ക് എന്താണ്? B into A plus C into A bar plus C bar, അല്ലെങ്കിൽ B into A plus C bar plus A bar plus C എന്നൊക്കെ പറഞ്ഞ ഈ എക്സ്പ്രഷൻ കിടക്കുന്നത്. അവിടെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നമ്മുടെ KMAP വരയ്ക്കേണ്ടത്. നമ്മൾ 1 അല്ല വരയ്ക്കേണ്ടത്, 0 ആണ് വരയ്ക്കേണ്ടത്. എക്സാക്ട്ലി. ഓക്കെ അല്ലേ? ആദ്യം ഈ പറയുന്ന f(ABC)യുടെ എക്സ്പ്രഷൻ ഒന്ന് പറയാമോ? πm വേണം നമ്മൾ പറയാൻ. πm എന്ന് പറഞ്ഞാൽ മാക്സ് ടേമിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ശരിയല്ലേ? മാക്സ് ടേമിൽ നമുക്ക് ആ വാല്യൂസ് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? 0 വരുന്ന വാല്യൂസുകളെല്ലാം പറയണം. ശരിയല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഫങ്ഷൻ ഓഫ് എ ബി സി എന്ന് പറയുന്നത് പൈ എം 0 1 2 അതിനുശേഷം 3ക്ക് വാല്യൂ ഇല്ല, 4 6 ഇല്ല അല്ലേ, 7. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കേമാപ്പ് വരയ്ക്കുക. എ ബി സി 0 0 0 1 1 1 1 0 0. Zero, 1, 2, 4, 7. ഫൈവ് ഉണ്ടല്ലേ, 5 7. 3 4 5 അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ, 5 ഡോൺ കെയറിൽ വന്നല്ലേ. യെസ്, നമുക്കിവിടെ 101 പറഞ്ഞിട്ടില്ല, അവിടെ ഡോൺ കെയർ ആയിട്ട് എടുത്തു. സിക്സ് 110 ഇവിടെ. യെസ് യെസ്, 5 ഡോൺ കെയർ ആണ്. 6 1 അല്ല, 6 0 വേണ്ട നമുക്ക് 1 വന്നേക്കുന്ന ഏതൊക്കെയാണ്, 3 അതുകൂടെ അങ്ങ് മാർക്ക് ചെയ്തേക്കാം, 1 1. ഓക്കെ, നമുക്ക് ആക്ച്വലി ഏത് വെച്ചാൽ ചെയ്യുന്നത്, നമ്മൾ മറ്റേ ഈ പറയുന്ന മാക്സ് ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഇതിൽ നിന്ന് നമുക്കറിയാം 0 ആണ് പുറത്തു വരുന്നത്, ബിയുടെ 0. അപ്പം നമുക്കറിയാം മാർക്സ് ടൈമിൽ എഴുതുമ്പം ബി 0 എന്ന് പറഞ്ഞാൽ ബി എന്ന് തന്നെ എഴുതുന്നത്, ശരിയല്ലേ? ഇൻറ്റു അടുത്ത എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് 1 ഇത് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൽ നിന്ന് എ ബാർ, അപ്പോൾ അത് എ തന്നെ. ഇതിൽ നിന്ന് വരുന്ന ടേം ഏതാണ്, 0 0, എ പ്ലസ് സി. ഇവിടം വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടേം ഏതാണ്, ഈ പറയുന്ന ടേം ഇല്ല, ഇത് ഈ ടേം. ക്ലിയർ അല്ലേ? ഈ ടേമിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് എ ബാർ കിട്ടും, കാരണം ഇവിടെ 1 ആണ്. അടുത്ത ഇതെന്താണ്, സി ബാർ, കാരണം രണ്ടും 1 ആണ്, സിക്കും 1 ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? അപ്പൊ ഈ ബി ഇൻറ്റു എ സി പ്ലസ് എ ബാർ പ്ലസ് സി ബാർ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറയൂ പറയൂ പറയൂ, ആരും മിണ്ടുന്നില്ലല്ലോ. യെസ് യെസ് യെസ്, ബാക്കിയുള്ളവരോട് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറയൂ പറയൂ പറയൂ. ക്ലിയർ ആണ്. സാലി ഓക്കെ അല്ലേ? കൃപ ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറയൂ പറയൂ. മുന്നോട്ട് പോക്കോട്ടെ. Number of product terms in the minimize the sum of product expression obtained through the following K-map, where D denotes don't care states. ഇവിടെ സം ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് വെച്ചേക്കുന്നത് SOP ആണ് ചോദിച്ചേക്കുന്നത്, സം ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പൊ ഏതാ എടുക്കാൻ പോകും, നമ്മള് 1 തന്നെ എടുക്കാൻ പോകും, ശരിയല്ലേ?
ആൻസർ എന്ത് വരും എന്ന് പറഞ്ഞാൽ മതിയോ? ആൻസർ എന്തായിരിക്കും വരുന്നത്? യെസ്, 2 ടേംസ് ആയിരിക്കും. അതല്ലേ ചോദിച്ചു, നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഇക്വേഷൻ വി ആർ ഗെറ്റിംഗ് ഫ്രം ദാറ്റ്? അവിടെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ABCD തന്നെ എടുക്കാം. എന്നിട്ട് എക്സ്പ്രഷൻ പറഞ്ഞാൽ മതി. എയും ബിയും സിയും ഡിയും. ഓക്കെ അല്ലേ? എക്സ്പ്രഷൻ എന്തായിരിക്കും? ബി ബാർ ഡി ബാർ പ്ലസ് AC ഡി ബാർ അല്ലേ? AC ഡി ബാർ. ഇവിടെ 2 എക്സ്പ്രഷൻ ഉണ്ടല്ലേ? AC ഡി ബാർ തന്നെയാണ് എല്ലാവരും കിട്ടുന്നത്. നേരെ മുകളിലോട്ട് നമുക്ക് വേറെ ആൻസർ കിട്ടുമല്ലോ, ശരിയല്ലേ? AC ഡി ബാറും AC ഡി ബാർ ആയാലും മതി, ഏതായാലും മതി, കുഴപ്പമില്ല. എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ ഈ 2 ടേമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ ഇങ്ങനെയും കിട്ടും, വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞോളൂ. PI ഉണ്ട് അവിടെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഈ പറഞ്ഞ എക്സ്പ്രഷൻ തന്നെ മതി നമുക്ക്. ക്ലിയർ ആണ്, മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് എന്താ വന്നേ? ആദ്യത്തെ എക്സ്പ്രഷൻ ഇത് വന്നു, ഇതെടുത്തു. ഇനി ഇതിനോടെ കൺസിഡർ ചെയ്യണം, ശരിയല്ലേ? അപ്പൊ അതെടുക്കാൻ പറ്റില്ല, ശരിയാണ്. ഇത് തന്നെ വരുള്ളൂ, ഒറ്റ എക്സ്പ്രഷൻ വരുള്ളൂ. PI ഇല്ല ഇവിടെ, PI ഒന്നും ഇല്ല, കാരണം ഈ ടൈം മാത്രം മതി. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? നിങ്ങൾ പറഞ്ഞ തന്നെ വരും. എന്താണ് പറഞ്ഞത്? ഇവിടെ ഈ പറഞ്ഞ A ബാർ B ബാർ A ബാർ B AB ബാർ, അതേപോലെ തന്നെ C ബാർ D ബാർ C ബാർ D CD CD ബാർ. അപ്പൊ ഇതിൽ നിന്ന് എക്സ്പ്രഷൻ എന്ത് കിട്ടും? A ബാർ B ബാർ D ബാർ ഇതിൽ നിന്ന് കിട്ടി, ശരിയല്ലേ? കാരണം ഈ B ബാറും B ബാറും, ഈ D ബാറും D ബാറും. അടുത്ത ഈ ടൈം വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടി? ഇവിടെ നിന്ന് A കിട്ടി, ഇവിടെ നിന്ന് CD ബാർ കിട്ടില്ല. അപ്പൊ ഇത് തന്നെ എക്സ്പ്രഷൻ ഉള്ളൂ, എന്തില്ല? PI ഒന്നും തന്നെ ഇല്ല ഇവിടെ. ഓക്കെയാണ്. D എടുക്കാൻ പറ്റില്ലല്ലോ, 1ഉം Dയോ ഈ പറഞ്ഞ എക്സ്പ്രഷൻ ആണോ? അങ്ങനെ എടുക്കാം, അങ്ങനെ എടുത്താലും വ്യത്യാസമൊന്നുമില്ല, അത് ചെയ്യാവുന്ന മാർഗമാണ്. പിന്നെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, നമ്മൾ 1ൽ തന്നെ എടുക്കുന്നത്, ഡോൺ കെയർ എടുക്കുന്നില്ല എന്നുള്ള കേസ് വെച്ചിട്ടാണ്. ആ പറഞ്ഞത് തെറ്റൊന്നുമില്ല, ഈ പറഞ്ഞ ഡിയും എടുക്കാൻ നമുക്ക് വേണം. ഡോൺ കെയർ എടുക്കണ്ട എന്നുള്ളൊരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. വി ക്യാൻ ഡു ദാറ്റ്.
സുജിത പറഞ്ഞത് ക്ലിയർ ആണ്. ഈ പറഞ്ഞ എക്സ്പ്രഷനിൽ ഇങ്ങനെ എടുത്തൂടെ എന്നാണ് സുജിത ചോദിച്ചത്. ഇതും നമുക്ക് വേണമെങ്കിൽ എന്താണ്ട് പറയാം, ഒരു PA ആയിട്ട് വേണേൽ പറയാം. തെറ്റൊന്നും പറയാനില്ല, എക്സ്പ്രഷൻ ആണ്. കാരണം എനിവേ വി ഹാവ് ടു ഗെറ്റ് എന്നാ പറയുന്നത്, മിനിമം എക്സ്പ്രഷൻ. അപ്പോൾ അത് എങ്ങനെ വേണം യൂസ് ചെയ്യാം. ഡോൺ കെയറും അതുകൊണ്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ PI ഉണ്ട്. PI ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ വീണ്ടും ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെയാണ്. നമ്മൾ